ആ നമസ്കാരം. നമസ്കാരം. മോളെ അനു, SABയുടെ ആള് പൊളിയാണല്ലോ. ഇതിനു മുമ്പ് വന്ന IT ചേട്ടന് ഇതിലും പൊളിയായിരുന്നു. പക്ഷെ വാ തുറന്നാ സഹിക്കാൻ പറ്റില്ല. നീ നോക്കിക്കോ, ഇത് ഓക്കെയാവും. അയ്യോ, അടുപ്പത്തെ SABന്റെ ചായ. ഇത് എന്റെ ഒരേ ഒരു പെങ്ങൾ വിമല ചേച്ചി. സ്കൂളിൽ ടീച്ചറായിരുന്നു. ഈ അടുത്ത് റിട്ടയർ ആയി. ഇതെന്റെ ഭാര്യ ഗീത. നമസ്കാരം. 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 അളിയ ഇങ്ങോട്ടിരിക്കും. വേണ്ട അളിയ, ഞാൻ ഇങ്ങോട്ടിരുന്നോ. അളിയൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. 4 വർഷം മുമ്പാ VRS എടുത്ത. ഇപ്പൊ അമ്പലമായി, വീടായി, സ്വസ്ഥം. ഇനി ബിനുവിനെ പരിചയപ്പെടുത്താം. ഞാൻ ജോലി ചെയ്യുന്ന എലന്തൂർ സ്റ്റേഷനിൽ പ്രൊബേഷൻ SI ആയിട്ട് വന്നപ്പോ തൊട്ടുള്ള പരിചയ. ഇപ്പോ കാഞ്ഞിരമ്പറ സൗത്തിലാ. സ്ഥലമൊക്കെ അറിയാം. അപ്പൊ ഇനി പെൺകുട്ടിയെ വിളിക്കാമല്ലേ? എനിക്ക് ഒറ്റ മോളാ, അനുപമ. മോളെ ഇതുവരെ പഠിച്ചു? ബിടെക്. പക്ഷെ തോറ്റു. അതോടെ ഞാൻ നിർത്തി. പഠിത്തം ഒഴിച്ചു ബാക്കി എല്ലാ കാര്യത്തിനും എന്റെ മോള് മിടിക്കുക. ബിനുവിന് എന്തേലും സംസാരിക്കാനാവോ കേട്ടോ. സംസാരിക്കണം. സുധൻ സാറേ ശരിക്കും അമ്മാവൻ തന്നെയാണോ? അതെ. എന്താ? അല്ല, പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ടേ വീടും വീട്ടുകാരായിട്ട് അങ്ങോട്ടും മാച്ച് ആവുന്നില്ല. മാമാന്ന് വിളിച്ചാലേ പറ്റൂ. ബിജുവായിട്ട് ഞാൻ ഇപ്പൊ തന്നെ സ്റ്റുഡിയോയിലോട്ട് വരാം. വന്നിട്ട് എടുത്തുന്നാ പോരെ? എന്താ മോളെ, എന്നെ കൊണ്ട് ഉടനെ ഒരു ഫോട്ടോ എടുപ്പിക്കോ? എടുക്കേണ്ടി വരും. ഓക്കെ ആയാ? ഓക്കെ ആക്കാം. അതെ, അനുവിനെ കല്യാണം കഴിക്കുന്നവരാരായാലും ഇവിടെ താമസിക്കണം. അതെങ്ങനെ ശരിയാവും ചേച്ചി? ശരിയാവണം, അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. അളിയനിവിടെ ഉണ്ടല്ലോ. ഉള്ളതില്ലാത്തതൊക്കെ ഇപ്പൊ കണക്കാ. റിട്ടയർഡ് ആയി കഴിഞ്ഞ പിന്നെ നേരം വെളുക്കുമ്പോ മുതൽ പാതിരാത്രി വരെ ഷാപ്പില. അവളും കൂടെ പോയി കഴിഞ്ഞാ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് അറിയിക്കും. കാര്യങ്ങളൊന്നും സെറ്റ് ആവട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം. അളിയ, അളിയാ ഇതെന്താ ഏറെ മടമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതാ ഒരേ കട്ടിൽ, ഒരേ ഭാര്യ. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ട അളിയ. വേണം വേണം. ഇവളെ എന്തായാലും മാറ്റാൻ പറ്റില്ല. എന്നാ പിന്നെ കിടക്കുന്ന സ്ഥലമെങ്കിലും മാറ്റിയേക്കാൻ നേരിടും. മോളിൽ കിടക്കാൻ നല്ല സുഖമാണല്ലേ. അളിയൻ വാ. അങ്ങോട്ടളിയാ വാ പറയാം. ഷാപ്പിലേക്കായിരിക്കും. അല്ലളിയാ, ഈ അനുപമ ടെക്സ്റ്റൈൽസ് തുണിക്കട തുടങ്ങാൻ വേണ്ടി ബോർഡ് വെച്ചിട്ട് കുറെ കാലം ആയല്ലോ. പെൻഷൻ പറ്റിയപ്പോ കിട്ടിയ കാശ് കൊണ്ട് ആ 2 മുറി കട വാങ്ങിയത് കൊണ്ട് അതിപ്പോ ഉണ്ട്. ഇനിയിപ്പോ അത് ടെക്സ്റ്റൈലായിട്ട് തുടങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ല, അപ്പൊ ബാക്കി കാശ് മുഴുവൻ വെള്ളം അടിച്ച് തീർത്തു? മുഴുവനും തീർത്തില്ല. ഒരു 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അതിങ്ങനെ അളിയൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ട, ഞാൻ കൊണ്ടുവന്ന് തരും. വിമല അനുമോളും അറിയണ്ട. അടുത്ത ആഴ്ച തിരിച്ചു തരുമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയ കാശ. എന്റെ പൊന്നളിയ, എന്റെ സെക്യൂരിറ്റി സർവീസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാൻ കൊണ്ടുവന്ന് തരും. കുറുപ്പ് സാറേ എങ്ങോട്ടാ? അമ്പലത്തിലേക്കാ. ശരി ശരി. പണ്ടൊക്കെ ഞങ്ങളെ കത്തും മണി ഓർഡറും ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോ ആൾക്കാർക്ക് എന്തൊരു സ്നേഹമായിരുന്നറിയോ. എഴുത്തും വായന അറിഞ്ഞുകൂടാത്തവർക്ക് ഞങ്ങൾ വായിച്ചു കൊടുക്കും, മറുപടിയും എഴുതി കൊടുക്കും. അളിയൻ അങ്ങനെ കുറെ കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്. നമ്മുടെ സ്ഥലമായത്. അനുമോളുടെ കല്യാണ ചെലവിനുള്ളതും കൂടുതലും ഇത് വിറ്റാ കിട്ടും. കച്ചവടമായി. നാളെ അളക്കല. അപ്പൊ അളിയൻ കല്യാണം ഗംഭീരാക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? എന്റെ ഒരു ആഗ്രഹമാണ് അളിയ, അത് ഗംഭീരമാക്കും. അല്ല, അത് നമ്മുടെ ഗോപിയല്ലേ? അതെ, മുളകിട്ട ഗോപി. അറിയോ അവനെ? പിന്നെ നമ്മുടെ സ്റ്റേഷൻ അടുത്ത ടൗണിലല്ലേ ഹോട്ടൽ നടത്തിയിരുന്നത്? അത് തന്നെ. പൂട്ടിയതിനു ശേഷം അവനെ കാണാനില്ലായിരുന്നു. അതൊക്കെ പൂട്ടി കെട്ടിട്ട് അവൻ നേരെ ഇങ്ങോട്ടേക്കാ പോകുന്നത്. അത് ശരി. പെട്ടെന്ന് അരിയടി. എടാ മുളകിട്ട ഗോപി. അയ്യോ, ഇതാര്? സുധൻ സാറോ? എത്ര കാലം എടാ കണ്ടിട്ട്. ഇത് എവിടുന്ന് കിട്ടി? ഭാര്യയുടെ കൂടെ കിട്ടിയ ഗിഫ്റ്റാ. അളിയല്ല. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. ഇളക്കടി. ഇത് നിന്റെ ഭാര്യയാണ്? ഭാര്യയാ, പക്ഷെ എന്റെ അല്ല. ഞാൻ ലീല, എന്റെ ഏട്ടൻ വിനോദേട്ടൻ. ഒരു വിനോദേട്ടൻ. നിന്റെ അടുത്ത ചേട്ടൻ വിളിക്കും. അതെ, എനിക്ക് എന്താടാ സ്പെഷ്യല്? സാറ് വാ. ഏത് ആദ്യം കട്ടള കട്ട് ചെയ്ത് വർക്ക്, എന്നിട്ട് പിന്നെ ഞണ്ട്, പിന്നെ ബാക്കിയെല്ലാം പുറകെ പോരട്ടെ. സാറേ, സാർ ഇപ്പോഴും കഴിച്ചാൽ കാശ് കൊടുക്കാറുണ്ടോ? ഞാനിപ്പോ റിട്ടയർ ആയില്ലടാ, ഇനിയിപ്പോ കാശ് കൊടുത്തല്ലേ പറ്റി. പെട്ടെന്നാവട്ടെ. ഒരു മിനിറ്റ്. അതെ, കാര്യം അളിയനെ കയറി. എന്റെ ഹോട്ടലിൽ പൂട്ടിപ്പോകാൻ പ്രധാന കാരണം ഈ അറിയാം. ആണോ? തിന്നാ കാശ് കൊടുക്കില്ലെന്ന് പോലീസുകാരുടെ പേര് കളയാൻ വേണ്ടി. അതുകൊണ്ട് ചോദിച്ചെല്ലാം കൂടെ ഉണ്ടാക്കി കൊടുക്കണം. കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയാ ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. ചില അളിയന്മാർക്കേ അത്ര മതി.
നീ ഇതിന് പോയില്ലേ? എവിടെ പോവാൻ? ആ കുറുപ്പേട്ടോ, ഓ മോളെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? ഒക്കെ ശരിയായി. ഇന്ന് അതിന്റെ അടിയാ. ആ ഗോപിയുടെ മുളകിട്ട മീൻകറി, ബീഫ് ഫ്രൈ. നീ പോയി ആ മീനൊക്കെ എടുത്ത് പൊരിക്കടാ. സാറേ, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിന്റെ പുറത്തു പോയി ദൈവം അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയാ. അതുപോലെ നമ്മൾ അനാവശ്യമായി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പുറത്തും ദൈവം നമ്മൾ കാണേണ്ട ഡോക്ടറിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പൊരിച്ചത് വേണ്ട. വേണ്ട. ഇതിവിടെ പോയി, ഇവിടെ പോയി. ആ എടാ ജോയി, അതാരാടാ ഷാപ്പിൽ കണ്ണീരൊഴുക്കുന്നത്? അത് ശില്പി KP കൃഷ്ണൻ. നാട്ടിലൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല. ഞാൻ പോയൊന്ന് ചോദിച്ചാലോ അളിയാ? ഓ അളിയാ, എന്തൊരു വെയിറ്റ് അളിയാ. ഇതാരും സമ്മതിച്ചേരൂല അളിയാ. വാ. KP കൃഷ്ണൻ? അതെ, കൃഷ്ണൻ. നിങ്ങളുടെ കണ്ണീര് ഈ ഷാപ്പിൽ വീഴാൻ സമ്മതിക്കില്ല. അത് ഒപ്പിയെടുക്കാൻ വന്നതാണ് ഞാൻ. ഇതെന്റെ അളിയൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ വാളിയാ. പോരുത്. എന്റെ സന്തോഷമില്ലായ്മ എന്റെ സർഗാത്മകതയെ പുറത്തെടുക്കാൻ പറ്റാത്തതിന്റെ വിങ്ങല് കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞ പണിയൊന്നും ഇല്ല. അതെ സാർ, ഭാവി ശൂന്യമാണ് സാർ. എന്നെ ഒന്ന് പണിഞ്ഞാലോ? എന്റെ ഒരു പ്രതിമ പണിഞ്ഞാലോ? അളിയാ, അതിനുള്ള സമയമായിട്ടില്ല. എന്റെ പ്രതിമയിലൂടെ ഈ മുഖത്തെ പ്രകാശം ഞാൻ എന്റെ കൈകളിൽ ആവാഹിക്കും. ഇതിപ്പം അടിച്ചതിന്റെ പ്രകാശോ? അതും പകർത്തുന്നവനാണ് ശില്പി. എന്നെ ഉണ്ടാക്കാൻ എത്ര രൂപയാവും? വിലയല്ല, കലയാണ് പ്രധാനം. എങ്കിലും ഒരു 25,000 രൂപയ്ക്ക് നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. സിമന്റ് അൾട്രാടെക് തന്നെ. 25,000 രൂപയോ? അളിയനെ പണിയാ അരച്ചാക്ക് സിമന്റ് പോലും വേണ്ട. എങ്കിൽ നമുക്കൊരു 20,000 രൂപയ്ക്കാണോ? 20,000. അളിയ, ഇത് എന്ത് വട്ടാണ് ഈ കാണിക്കുന്നത്? ഒരു 5,000 അഡ്വാൻസ്. എന്തിനാ കറിയുന്നത്? 5,000 ഒരുമിച്ച് കണ്ടതിന് കണ്ണീരാ. ഞാനിപ്പോഴേ പണി തുടങ്ങും. നമുക്ക് 2 ഫോട്ടോ എടുത്താലോ? ഓ വരൂ. വാളിയ, ഒരു പടം എടുക്കാം. ഞാനെങ്ങുമില്ല. ഞാനേ ഒരു കുപ്പി കൊണ്ട് അടിച്ചിട്ട്. ഓ ഉപേന്ദ്ര മാഷേ, നമസ്കാരം. 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 ഞാൻ സാറിന്റെ ഒരു ശിഷ്യനാ. ഏടോ ഷാപ്പില് ഗുരുവും ശിഷ്യനൊന്നും ഇല്ലടോ, ഓൺലി മദ്യപാനി. കേരനിരകളാടും അതിൽ മാട്ടക്കോടങ്ങൾ ചോരും കളിയാടും വിളയാടും ബാബുന്റെ ഷാപ്പിൽ ഞാൻ ആടും പിന്നെ കളിയാടും ബാബുന്റെ ഷാപ്പിൽ ഞാൻ പാടും. ആഹാ. ഡാ ഗിരീഷേ, ബാബേട്ടൻ. ഗിരീഷേ, നീ ഗൾഫിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നോ? ബാബേട്ടാ, ഒരു പ്രവാസി ദുബായി കിടന്ന് നിലവിളിക്കുന്ന എപ്പോഴാന്നറിയോ? അവനെ തേച്ചിട്ട് പോയ പെണ്ണിനെ ഓർത്തിട്ടും അവനെ കൂടി പഠിപ്പിച്ച ഷാപ്പ് ഓർത്തിട്ടായിരിക്കും. ദിസ് ബ്ലാക്ക് ഈസ് ഫോർ യു, ഐ നീഡ് വൈറ്റ്. സുനന്ദേച്ചി, ഇതന്നെ രാവിലെ തന്നെ പത്രം വായനയാണോ? എന്താടാ പതിവില്ലാതെ രാവിലെ? ഞാൻ ഗിരി വന്ന്. ഗിരി ഇന്നലെ നിന്നെ വിളിച്ചായിരുന്നാ? ആ, ഞങ്ങൾ കണ്ടായിരുന്നു. എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ചു. എത്ര മണിക്ക്? ഇന്നലെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോ. ആഹാ, നീയായിരുന്നാ? എണീറ്റ് മാറാ ഇങ്ങോട്ട്. എന്തിനാ? എണീറ്റ് മാറാല്ലേ പറഞ്ഞത്? എന്തൊരു തൊല്ലണി മാത്രം. നീ എത്ര മണിക്കാണ് ഇന്നലെ വന്നത്? രാത്രി 12 മണിക്ക്. പിന്നെ രാത്രി 7 മണിക്ക് ഷാപ്പിൽ പോയി ചത്തുപോയത് നിന്റെ അച്ഛനാണോടാ? ആരാ മേടത്തി കള്ളൊക്കെ പറഞ്ഞു? ഇങ്ങോട്ട് കയറി വന്നേ. നീ എന്തിനാ ഇപ്പൊ കൊണ്ടുവന്ന്? നീ എന്തൊക്കെ പറഞ്ഞു വരുത്തുന്നത്? നീ മറന്നു. ഞാൻ ഇന്ന് രാവിലെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തിന്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന്. എത്ര കാശ്? ഒരു 10,000. തരാൻ പറ്റില്ല. എന്താ? തരാൻ പറ്റില്ല. തരത്തില്ലേ? ഇല്ല. അപ്പൊ തരത്തില്ല. പോടാ. നീ തീർന്നടാ, തീർന്നു. നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ? അല്ല, കൊടുക്കണ്ടെങ്കിൽ അവൻ ആ കാശെടുത്ത് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്നെ പറ്റി എത്രയൊക്കെ നാറ്റിക്കാൻ പറ്റും അത്രയൊക്കെ അവൻ നാറ്റിക്കും. അതോടെ നിന്റെ ഈ ഗൾഫുകാരൻ ഇമേജ് എല്ലാം പോയി കിട്ടും. വെറുതെ ഞാൻ നല്ല റിച്ച് ആയിട്ട് വന്നേക്കുന്നത് നീ കാണുന്നവരടുത്തൊക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. കല്യാണമൊക്കെ നോക്കുന്നുണ്ടല്ലേ? ഇനി നടക്കും. ഞാൻ പോട്ടെ. ഗോപിയേ, ആ 4 ഗ്രാമിന്റെ കമ്മലല്ലേ? ഒരു മോതിരം ഞാൻ തരും. അതൊക്കെ എപ്പോഴേ വിറ്റു.
6 സെന്റ് സ്ഥലം കഴിഞ്ഞ കൊല്ലം സെന്റിന് 1.5 കൊടുത്തത്. ഹരികൃഷ്ണന് വർക്ക്ഷോപ്പ് തുടങ്ങാൻ. അതുകൊണ്ട് സ്ഥലവും പോയി 5 പൈസയുടെ ഗുണം കുടുംബത്തിന് ഉണ്ടായിട്ടുമില്ല. അവന് കുറച്ച് കൂട്ടുകാരുണ്ട്, ഒരുത്തനും ശരിയല്ല. ഐറ്റിങ്ങൾ എപ്പോഴാ വർക്ക്ഷോപ്പിൽ തന്നെയാണ്. എനിക്കറിയാം. അതിന്റെയൊക്കെ ഫല ഞാനിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഹലോ, അളിയനെവിടെ? ആ നമ്മുടെ ഈ സ്ഥലം കച്ചവടമായി. ഉച്ച കഴിഞ്ഞ് രജിസ്ട്രേഷനാ. കാശൊക്കെ മേടിച്ച് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ. അനുമോളുടെ കല്യാണം നടക്കില്ല. കല്യാണം നടക്കൂലേ? അതെന്താ അളിയാ? അളിയൻ തന്നെ കാര്യം. അളിയൻ ഏത് സമയം ഷാപ്പിൽ തന്നെ താമസമെന്നാ അവരന്വേഷിച്ച പറഞ്ഞത്. അളിയന്റെ ഈ മുടിഞ്ഞ കുടി കാരണം അനുവിന്റെ എത്രാമത്തെ ആലോചന മുടങ്ങി പോകുന്നത്. അതിനവർ എന്നെയല്ലല്ലോ കെട്ടുന്നത്. ആ വയ്ക്കുക. എടാ ഒന്ന് ചിരിച്ചു പോസ് ചെയ്യോ? ആശ ചേച്ചി, സോറി, ഒരു സെക്കൻഡ്. ലുക്ക് ഇവിടെ 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 ലെൻസിൽ. ആ ഓക്കെ. പാടി. ആളെ മനസ്സിലായി നിനക്ക്? നമ്മുടെ വിമല ടീച്ചർ മോളാ അനു. എനിക്കറിയാം, അനുപമ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് വലിയ നേതാവൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഗൾഫിൽ പോയി ഇതേ നല്ല ലാൻഡ് ചെയ്തോളൂ. ഇതിപ്പോ കല്യാണാലോചനയുടെ ഫോട്ടോ എടുപ്പാ. അല്ല, ലീവ് അധികമല്ല, അപ്പൊ നേരത്തെ തന്നെ ആലോചനകളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചു. ഇവളുടെ വീട്ടിലും ബ്രോക്കർമാരെ തിരക്കാം. ഇന്നലെയും കൂടെ രസമായി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് ചീറ്റിപ്പോയി. എന്നാ നീ വിട്ടോ, ഫോട്ടോ ഞാൻ അടിച്ചു വെച്ചേക്കാം. ശരി. വിമല ടീച്ചറിനോട് ചോദിച്ചാൽ മതി. എന്നെ അറിയും, ഗിരീഷ് പി പി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ പറയാം. എടാ, ആ വിമല ടീച്ചറുടെ മോൾ എങ്ങനെയുണ്ട്? ആരാനുവോ? അവള് നല്ല ഒച്ചല്ലേ? അല്ല, വെറുതെ ചോദിച്ചാ. കുറിപ്പേട്ട ഇവിടെ സേഫാണോ? തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പൊ വരടാ. എങ്ങോട്ടാ? വരാം. ഗിരീഷേ, ഗുഡ് മോർണിംഗ് കുറിപ്പേട്ടൻ. ആ നീ എന്ന് തിരിച്ചോണേ? ഡേറ്റ് തീരുമാനിച്ചോളാം. കുറിപ്പേട്ട, നമ്മൾ ഇന്നലെ ഷാപ്പില് വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. അത് ഷാപ്പ്, ഇത് ഷോപ്പ്. ഓ, ആ അപ്പൊ ശരി. ശരി. അപ്പൊ ഇന്നലെ രാത്രി തലക്കുള്ളിലാണ്ട് അവനോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടായില്ല. എനിക്ക് ആദ്യം അവനെ പിടികിട്ടിയില്ല, പിന്നീടാ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ കത്ത് കൊടുത്ത് പള്ളിക്കവല കറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര അടി. ഇവനായിരുന്നു മുമ്പിൽ. എന്തായിരുന്നു പ്രകടനം? അന്നവനൊക്കെ കൂടെ 5 ആശുപത്രിയിലാക്കി. എനിക്കറിയാവുന്ന കേസാ. ആ പോലീസ് കേസിന് രക്ഷപ്പെടാനാ ഇവൻ ഗൾഫിൽ പോയത്. നമുക്ക് ആ കമ്പനി വേണ്ട. നീ പോയി ഒരു ബോട്ടിൽ മേടിച്ചോണ്ട. ഇത് കട്ട ബോർണടാ അയാള്. ആര്? ആ കുറിപ്പ് ഒതുക്കത്തിൽ എന്റെ കിട്ടും. അമ്മയ്ക്ക് ഈ കുത്തിമറിച്ചിൽ നിർത്താറായില്ലേ? ചേട്ടൻ ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പിൽ കിട്ടും. അത് ഈ അമ്മയുടെ ഒരു കാര്യം. അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ? വീടല്ലേ, ചേട്ടനെ കല്യാണം നടത്താനുള്ളതാ. കല്യാണോ? ആ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ എന്താ പറഞ്ഞു? അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിക്കില്ല എന്ന് പറയട്ടാ. അതാടാ സുനന്ദ. എടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറുടെ നമ്പർ ഒന്ന് അയച്ചു തരും. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണ് 4 വർഷം ഗൾഫിലെ ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലയക്കാഞ്ഞത്. എനിക്ക് അവിടെ കള്ളടിക്കാൻ കാശ് കഴിഞ്ഞല്ല ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇത് തന്നെയായിരുന്നു പരിപാടി.
എടാ അവിടെ കള്ളടി മൂത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ച ശരിയാവുന്ന ഒരാൾ പറഞ്ഞു. അതാരാ? ഒരു കാട്ടറബി. കാട്ടറബിയാ? എന്നിട്ട് എടാ അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ? അത് കറക്റ്റാണ്. നീ ഉണ്ടായതോട് പ്രസവം നിർത്തിയില്ലേ? ആ വിമല ടീച്ചറുടെ നമ്പർ. ഹലോ. ഹലോ, വിമല ടീച്ചറുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. ആ അനുപമ, ഞാൻ ഗിരീഷ് പി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. ആ മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് പി. ഹലോ, ടീച്ചറെ പി പിയാ? എങ്ങനെയുണ്ട് മോനെ, സുഖാണോ? ഓ അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണിൽ വിളിച്ചു പോകരുത്. താൻ എപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എടോ, താൻ എന്താ വിചാരിച്ചത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കാന്നോ? എടോ, നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. ദേ, എന്നെ എടിപൊടിന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. എടിപൊടി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ, ഏതായി അലവലാതി? ഗിരീഷ് പി. എടോ ഒരു സെക്കൻഡ്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഇന്നലെ രാത്രി ആ സമയത്ത് വിളിച്ച് ശരിയായില്ല. പിന്നെ വഴക്കിന്റെ ഇടയിൽ എടി ബോഡി എന്നൊക്കെ വിളിക്കേണ്ടി വന്നു. സോറി. എടോ, താൻ വണ്ടി വിട്ടു പോയത് നന്നായി. എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. എടോ, എൻ്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. തനിക്കൊക്കെ അറിയായിരിക്കും. അച്ഛൻ പെട്ടെന്ന് മരിച്ച ശേഷം പിന്നെ ഞാൻ പാർട്ടിക്ക് വേണ്ടി സമരവും വെട്ടും കുത്തൊക്കെ ആയി പോലീസ് കേസിൽ ജയിലിലായി. അതിൻ്റെ ഡിപ്രഷനിൽ പതുക്കെ കള്ളുകൂടിയിലേക്ക് വിട്ടുപോയിടും. അതും ഭയങ്കരമായിട്ട് കൂടിയപ്പോഴാണ് ഞാൻ ഗൾഫിൽ പോയത്. എടോ, ഇതൊക്കെ തന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ശരിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ഇതാര്? അച്ഛനെന്താ പതിവില്ലാതെ ഈ നേരത്ത് ഇവിടെ? അനുക്കുട്ടാ, പ്രായമായ പെൺകുട്ടികളുടെ പുറകെ നടക്കാനും സംസാരിക്കാനും പലരും ഉണ്ടാവും. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലവെക്കരുത്. അങ്ങനെ പലരും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അന്നൊന്നും അച്ഛനോട് ആരും വിളിച്ചു പറയാഞ്ഞിട്ടാ. ഇപ്പൊ പറഞ്ഞു. മനസ്സിലായി. നിനക്ക് ചേരുന്ന ആലോചനകൾ ഞാൻ നോക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ആരായാലും ചോദിക്കുന്ന സ്ത്രീധനം കൊടുത്ത ആർഭാടമായിട്ട് ഞാൻ കല്യാണം നടത്തും. സ്ത്രീധനം കൊടുത്ത കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. ഗിരീഷ് പി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. എന്തിന്? ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതെ, നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. അവൻ നല്ല പയ്യനല്ലേ? 10ാം ക്ലാസ്സിൽ നിക്കർ ഇട്ട് മൂക്കള ഒലിപ്പിച്ച് നടന്ന പയ്യനെ വരെ നിനക്കറിയൂ. ബാക്കി അറിയണം. അവന്റെ പ്രായത്തെക്കാൾ പോലീസ് കേസ് ഉണ്ടാക്കി വെച്ചിട്ട് അവൻ ഗൾഫിലേക്ക് മുങ്ങിയത്. എന്നിട്ട് ഇപ്പൊ തിരിച്ചിറങ്ങിയിട്ട് നേരെ വന്നത് എങ്ങോട്ടേക്കാന്ന് അറിയോ? വീട്ടിലേക്കല്ല, ഷാപ്പിലേക്കാ. ഇപ്പോഴും അവിടെ തന്നെ പൊറുതി. നിങ്ങൾ അവിടെ തന്നെയാണല്ലോ.
അവനെ കുറിച്ചുള്ള ഈ ചർച്ച ഇപ്പൊ അവിടെ നിർത്തിക്കോണം. അച്ഛനൊന്ന് അവിടെ നിന്നേ. അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കാം. അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാനും ഞാൻ റെഡിയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ കേൾക്കണം, അനുസരിക്കണം. എന്താണ്? അച്ഛൻ കള്ളുകൂടി നിർത്തണം. ഇല്ലെങ്കിൽ എന്റെ കല്യാണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് ചിലപ്പോ ഗിരീഷും ആവാം. എന്റെ അടുത്തുള്ള വാശിക്കാണോ? വാശി എനിക്കും ഉണ്ടല്ലോ അച്ഛ. അച്ഛന്റെ മോളല്ലേ. ഇന്നു മുതൽ നാളെ മുതൽ ഞാൻ ഇനി കുടിക്കില്ല. സത്യം. ഇതെന്താ കുറിപ്പെട്ട ഒരു കിഴി? കിഴിയല്ല, ഇത് കഴിച്ചതിന്റെ ബാക്കിയാ. ഇതാ സിനിമയിലത്തെ മാതിരി മൊത്തം കുഞ്ഞന്മാരാണല്ലോ. ഇതാണ് സൂക്ഷിക്കാൻ എളുപ്പം. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന? കാട്ടിപ്പറമ്പിൽ ദിവാകരക്കുറുപ്പ് ഇന്ന് കുടി നിർത്തുന്നതിന്റെ അവസാന ചടങ്ങാ. എന്താടാ ഇളിക്കുന്നത്? ഈ ഡിസംബർ 31 ഇവിടെ പ്രതിജ്ഞ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കഴിഞ്ഞ മാസം നമ്മുടെ PWDയിലെ രാജൻ സാറേ ഒരാവശ്യമില്ലാതെ എന്റെ തല്ലി കുടിച്ചൊരു സത്യം ചെയ്യില്ല. എന്നിട്ട് പറയാ ഞാൻ ഇനി അടിക്കില്ല. പക്ഷെ പിറ്റേന്ന് കാലത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എടാ ഇന്നലെ ചെയ്ത സത്യം നീ അങ്ങ് മറന്നേക്കാൻ. അത് അന്തസ്സം അല്ലെ? ഒരു മാസം കഴിഞ്ഞപ്പോ പുള്ളി നമ്മുടെ വിദ്യ പടമായി. അത് രാജൻ, ഇത് ദിവാകരൻ. വാളക്കറി എടുത്തോണ്ടോ? എടുത്തു. ചില വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മോക്ക് കാലത്തെ മാർക്കറ്റിൽ പോകാൻ നിവൃത്തിയില്ല. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതേടാ, നിന്നെ തന്നെ. നീ ആരടാ എന്റെ വീട്ടിൽ വിളിച്ച് പെണ്ണി ചോദിക്കാൻ? നിനക്കൊക്കെ രാത്രി അടിച്ചു മൂക്കുമ്പം വിളിച്ച് പെണ്ണി ചോദിക്കാനുള്ള സ്ഥലം അല്ല എന്റെ വീട്. നല്ല അന്തസ്സുള്ള തറവാണ്. സൂക്ഷിച്ച് കളിക്കണം. നേരം വെളുത്ത എന്റെ മോളെ പറയുക. നാണം ഉണ്ടോ നിനക്ക്? ഫോൺ വിളിച്ചു, അനുവിനെ കണ്ടു. പക്ഷെ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. വെറുതെ ബഹളം ഉണ്ടാക്കണ്ട കേട്ടോ. ബഹളം ഉണ്ടാക്കൂടാ. ഞാൻ ബഹളം ഉണ്ടാക്കും. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കൊന്നേ ഉള്ളൂ. അത് കണ്ട കാക്കയ്ക്കും പൂച്ചയ്ക്കും തരാനല്ലടാ ഞാൻ അവളെ വളർത്തിയത്. അവളെ ചോദിക്കാൻ നിനക്ക് എന്തോന്നാടാ യോഗ്യത? കുടുംബത്തിൽ പറക്കാത്തത്. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ തന്നെ. പക്ഷെ ഉണ്ടല്ലോ, തന്നെ പോലെ നാഴിക്ക് 40 എടുത്ത് പറയാറില്ല. പിന്നെ ഞാൻ കൈ വെക്കാത്ത എന്താ അറിയോ? എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളെ അമ്മായി വന്ന് വിളിക്കും. ഇല്ല, അങ്ങനെ ആകാതിരിക്കാനാടാ ഞാൻ ഇന്ന് കുടി നിർത്തുന്നത്. ഇന്ന് ഇവിടെ നിർത്തുക. കുറുപ്പേട്ടൻ രാവിലെ അമ്പലത്തിൽ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അച്ഛൻ ജീവിതകാലം മുഴുവൻ കുടി നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി നിർത്തിയാൽ മതി. പിന്നെ അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കും. ഇന്ന് കുറുപ്പേട്ടൻ കുടിക്കില്ല, നീ നോക്കിക്കോ. കാശെടുക്ക. ചേച്ചി എന്താ ഇന്നലെ വരാതിരുന്നേ? ഓ, ഇന്നലെ ആ ഗിരീഷ് വന്നതിന്റെ തിരക്കായിരുന്നു. അതെ, റെസിപ്റ്റ് വാട്സപ്പ് ചെയ്തേക്കാട്ടോ. ഏതായി കുട്ടി? ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ല, നമ്മുടെ വിമല ടീച്ചറുടെ മോളില്ലേ, അനുപമ. അനുപമയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേൾക്കുവോ? എന്താ പറയ്. ഒരെൽഐസി പോളിസി എടുക്കുവോ? ശരി. ആ 2 ദിവസമായിട്ട് വീട്ടില് മോളുടെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. അവന് മോളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഉന്തിന്റെ കൂടെ ഒരു തള്ളും എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ.